ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള PSC-യിൽ ഉടൻ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന സോയിൽ കൺസർവേഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ വിശദാംശങ്ങളുമാണ്. ഈ ഒരു ജോലിയിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നിവയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. നമുക്ക് ഇതിനു മുമ്പ് വന്ന നോട്ടിഫിക്കേഷന്റെ വിശദവിവരങ്ങളിലേക്ക് പോകാം. അന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് കാറ്റഗറി നമ്പർ 307/2019 എന്ന നമ്പറിലായിരുന്നു. സോയിൽ സർവേ ഓഫ് സോയിൽ കൺസർവേഷൻ എന്ന പേരിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഇതിന്റെ ഒരു അതോറിറ്റി ആയിട്ട് വരുന്നത്. ഇതിന് വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് നിങ്ങൾക്ക് വേണ്ടത്. അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ നേരിട്ടുള്ള ഒരു ഡിഗ്രി നിങ്ങൾക്ക് മസ്റ്റായിട്ട് വേണ്ടിയിരിക്കണം. മാത്രമല്ല ഇതൊരു ഓഫീസർ പോസ്റ്റ് കൂടിയാണ്. ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ 39,500 തുടങ്ങി 83,000 അവസാനിക്കുന്ന ഒരു സാലറി സ്കെയിലാണ്. ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇനി ഇതിന് അന്ന് അപേക്ഷിക്കാനുള്ള പ്രായവും ഇപ്പോൾ അപേക്ഷിക്കാനുള്ള പ്രായവും സെയിം തന്നെയാണ്. 20 വയസ്സിനും 36 വയസ്സിനിടയിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇനിയും ഇതിന്റെ ജോബ് പ്രൊഫൈൽ എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോയിൽ, വാട്ടർ തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ തന്നെ ഒരു അഗ്രികൾച്ചർ ഓറിയന്റഡ് ആയിട്ടും പ്രോജക്ട് സ്പെസിഫൈഡ് ആയിട്ടും ഓരോ പ്രദേശത്തും പ്രത്യേകിച്ചും ഒരു ജില്ലയിൽ അനിവാര്യമായ ചില കൺസർവേഷനുകളും ഒപ്പം തന്നെ അതിന്റെ യൂട്ടിലൈസേഷനും ഒക്കെ ജുഡീഷ്യസ് ആയിട്ട് ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് കീഴിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സർവേ നടത്താനും അവിടെ വരാൻ പോകുന്ന ഇമ്പാക്റ്റുകൾ മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പദ്ധതി വരുമ്പോൾ ആ പദ്ധതിയിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വ്യൂസ് കൃത്യമായിട്ട് അക്യുമുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. മാത്രവുമല്ല പല പ്രോജക്റ്റുകൾക്കും നിങ്ങളുടേതായ പല റോളുമുണ്ട്. അതായത് കൃത്യമായ ഡിസിഷൻ മേക്കിങ്ങിലും ഒപ്പം തന്നെ പല കാര്യങ്ങളിലും റെഗുലേറ്റ് ചെയ്യുന്നതിലും കൺട്രോൾ ചെയ്യുന്നതിലും പോലും നിങ്ങൾക്ക് അതോറിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ തന്നെ ഡ്യൂട്ടീസ് നോക്കുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് സോയിൽ കൺസർവേഷന്റെ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട അധികാരിയായിട്ട് നിങ്ങൾ മാറുന്നു. അതുകൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വ്യത്യസ്ത ആക്ടുകളുടെ ഇംപ്ലിമെന്റേഷൻ അതോറിറ്റി ആയിട്ട് നിങ്ങൾ മാറുന്നു. അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ, അസസ്മെന്റ് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അതോറിറ്റി ആയിട്ട് നിങ്ങൾ മാറുന്നു. ഇനി ടെക്നിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് വരികയാണെങ്കിൽ അതിൽ സോയിൽ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകൾക്ക് സംസ്ഥാന സർക്കാരിൽ നിന്നുള്ള ഒരു പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്ററായിട്ടും ഒപ്പം തന്നെ ഇതിന്റെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസറായിട്ടും ഒക്കെ ഉള്ള റോളുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിങ്ങളിവിടെ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. ഇത് അഗ്രികൾച്ചർ മേഖലയിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉത്തരവാദിത്തമുള്ള ഒരു റോളാണ്. ഒരു അഗ്രികൾച്ചർ ഓഫീസർ പോലെ തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ റോളുള്ള ഒരു പോസ്റ്റാണിത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നവരെ കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തയ്യാറെടുപ്പുകൾ തുടങ്ങാം. അത്യാവശ്യം നല്ല റെസ്പോൺസിബിലിറ്റീസും അത്യാവശ്യം പ്രൊമോഷൻ സ്കോപ്പും ഉള്ള ഈ ഒരു പോസ്റ്റിന് വേണ്ടി അത്യാവശ്യം കോമ്പറ്റീഷൻ ടൈറ്റ് ആയിരിക്കും എന്ന് നമ്മൾ കണക്കാക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങുക. അതുകൊണ്ട് തന്നെ ഏണസ് അക്കാഡമിയിൽ ഇതിന്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.